Good morning, all. കഴിഞ്ഞ ദിവസം എടുത്തോ നോക്കിയോ എല്ലാവരും? കഴിഞ്ഞ ദിവസം എടുത്തോ നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? ലബോറട്ടറി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടന എങ്ങനെയായിരിക്കണം? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ലബോറട്ടറി ചേഞ്ചസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദി ക്ലിനിക്കൽ റിസർച്ച് ഓർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ലബോറട്ടറി. നമ്മൾ പറഞ്ഞ ഓരോ ലബോറട്ടറിയിലും അവിടെ നിന്ന് നൽകുന്ന സർവീസുകൾ അല്ലെ, ടെസ്റ്റുകളൊക്കെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലെ, സൈസിന്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ എന്താണ്, ഓരോ ലബോറട്ടറിയിലും അവർ നൽകുന്ന എന്താണ് റിസർച്ചുകൾ, അതായത് ഗവേഷണങ്ങൾ അതല്ലെങ്കിൽ സർവീസുകൾ, അവർ നടത്തുന്ന ടെസ്റ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ ലബോറട്ടറീസും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടനയില് വ്യത്യാസം വരുന്നു. ബട്ട് ദ ബേസിക് നീഡ് ഷുഡ് ബി മീറ്റ് റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ എന്താണ്, സാധാരണ കാര്യനിർവഹണം, നമ്മൾ ഡേ ടു ഡേ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലില് ലബോറട്ടറിയില് ബ്ലഡുകൾ സാമ്പിൾ സ്വീകരിക്കുക അല്ലെ, ബ്ലഡ് എന്താണ് സാധാരണ നോർമൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കാര്യനിർവഹണത്തിൽ അവരുടെ അവർക്ക് എന്താണ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഓരോ ലബോറട്ടറിയിലും അവര് സേഫ്റ്റിയുടെ അല്ലെ, സെക്യൂരിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കുമല്ലോ. അവിടെ എന്താണ്, ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുക അല്ലെ, റേഡിയേഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്തുണ്ടായിരിക്കും, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും, ഓരോന്നിനും ഓരോ സേഫ്റ്റി റെഗുലേഷൻസ്, റൂളുകൾ ഉണ്ടാവും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ സെക്ഷനും പ്രവർത്തിക്കുന്നതിനാവശ്യമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? Infrastructure of a laboratory directly after the quality of research data, efficiency and safety of laboratory workers. എന്താണ്, ഓരോ ലബോറട്ടറിയുടെയും ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടന എന്തിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു? നേരിട്ട് ബാധിക്കുന്ന എന്താണ്, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ അല്ലെ. റിസർച്ച് ഡാറ്റ എന്ന് പറഞ്ഞാല് ടെസ്റ്റുകൾ നടത്തില്ലേ. അപ്പൊ എന്താണ്, ക്വാളിറ്റി, ആ ടെസ്റ്റുകൾ നടത്തുന്നതിന്റെ ക്വാളിറ്റിയെ, ഗുണനിലവാരത്തെ, എഫിഷ്യൻസി കാര്യക്ഷമതയെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റിയെ, സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു അല്ലെ. എന്താണ്, അവിടെ ഗ്യാസ് ലീക്കേജ് വരാം അല്ലെ, ഇല്ലേ, പല രീതിയിലുള്ള കെമിക്കൽസ് എക്സ്പ്ലോറർ വരാം. അപ്പൊ ഒരു ചെറിയ രീതിയിലുള്ള എന്താണ്, എല്ലാ ഫെസിലിറ്റീസും എല്ലാ സുരക്ഷകളും ഉറപ്പാക്കാത്ത രീതിയിലുള്ള ഒരു ലബോറട്ടറി ആണെങ്കിലോ അവിടുത്തെ എഫിഷ്യൻസിയെ ബാധിക്കില്ലേ, കാര്യക്ഷമതയെ ബാധിക്കില്ലേ. അവർക്ക് കറക്റ്റ് രീതിയിൽ അവർക്ക് അതിനാവശ്യമായ റിസോഴ്സുകൾ ലഭിക്കുന്നില്ല, അവർക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എങ്കിൽ എന്തും അവിടുത്തെ ടെസ്റ്റുകളെ ബാധിക്കുന്നു. ആ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള എഫിഷ്യൻസിയെ, കാര്യക്ഷമതയെ ബാധിക്കുന്നു. അല്ലെങ്കിൽ പിന്നെന്താണ്, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്?
The management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of the laboratory. Management, laboratory management എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവാദിത്വമുള്ളത്? For providing sufficient resources to staff, എന്താണ് സ്റ്റാഫുകൾക്ക് ആവശ്യമായ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഉറവിടങ്ങൾ അല്ലെ, അവർക്ക് എന്ത് വേണം? എക്യുപ്മെന്റുകൾ വേണം അല്ലെ, ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി എക്യുപ്മെന്റുകൾ വേണം, അതിനുവേണ്ടി കെമിക്കൽസ് വേണം, അതിനുവേണ്ടി മെഷീനറീസ് വേണം അല്ലെ, ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലേ? അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, നൽകുക. ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ലബോറട്ടറി, എന്താണ് ലബോറട്ടറിയിലെ വർക്കിംഗ്, അതായത് ടെസ്റ്റുകൾ നടത്തുന്നതിനൊക്കെ എന്ത് ചെയ്യുക? ഗ്യാരണ്ടി, കാര്യക്ഷമത പ്രവർത്തനങ്ങൾ, ലബോറട്ടറിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങള് കാര്യക്ഷമമാണെന്ന് ഉറപ്പു നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോസ്. എന്താണ് ഒരു ഗുഡ് ലബോറട്ടറിയുടെ, നല്ല ലബോറട്ടറിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? അതിനുള്ളിൽ signage within or outside the facilities should be made available that does consist of the following information. Available എന്ന് വെച്ചാല് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ആ ലാബിൽ എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഒരു സൈനേജ്. നമ്മൊരു ലാബിൽ കയറുന്നതിന് മുമ്പ് അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവില്ലേ, ഇന്ന ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അവിടെ ഫീ സ്ട്രക്ചർ അല്ലെ, അത് കാണിച്ചിട്ട് ബോർഡുകൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ടെസ്റ്റുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഇന്ന സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഫുൾ ബോഡി ചെക്കപ്പുകള്, അതല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകള്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നൽകുന്ന ഫെസിലിറ്റീസ് എന്താ, അതാണ് സൈനേജ് എന്ന് പറയുന്നത്. അപ്പൊ അവര് നൽകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് എന്ത് ചെയ്യും? അവരൊരു ആ ലാബിനുള്ളിലുള്ളത് അല്ലെങ്കിൽ പുറത്തുള്ളതായ ഫെസിലിറ്റീസിനെ കുറിച്ച് ഒരു സൈനേജ്, ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും? നെയിം, ആ ലാബിന്റെ പേരെന്താണ്, രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ്, ഏതൊക്കെ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്, വർക്കിംഗ് അവേഴ്സ് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്, കോണ്ടാക്ട് നമ്പർ, ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ്, ഓരോ ടെസ്റ്റുകൾക്കും എത്ര ഫീസുകളാണ് അവർ ഈടാക്കുന്നത്, ആൻഡ് സർവീസസ്, ഏതൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. എന്താണ് ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ. എന്താണ് അവർക്ക് സേഫ്റ്റി സൈനേജുകൾ, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റുകൾ സൂക്ഷിക്കാനുള്ളത് ഉണ്ടാവും അല്ലെ, റേഡിയേഷൻ ഉണ്ടാവും അല്ലെ, കാർസിനോജൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ, കീമോതെറാപ്പി അല്ലെ, അല്ലെങ്കിൽ സ്കാനിങ്ങുകള് അല്ലെങ്കിൽ. അപ്പൊ അത് ഓരോന്നിനും ആവശ്യമായ സൈനേജ് ബോർഡുകളൊക്കെ സൂക്ഷിക്കുക. എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. എമർജൻസി പ്ലാൻസുകൾ. എന്താണ് ഫയർ വന്നാൽ എന്തൊക്കെ രീതിയിലാണ് രക്ഷപ്പെടാനുള്ള, അവിടെ നിന്ന് അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഏതൊക്കെയാണ്. കെമിക്കൽ സ്പില്ലേജ് വന്നു കഴിഞ്ഞാല്, ലാബ് ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരില്ലേ, പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും തീപിടുത്തം വരിക, അങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നാലൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളെയാണ് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫയർ വന്നു, ഒരു തീപിടുത്തം ഉണ്ടായത്, ഫയർ അണക്കണ്ടേ, തീപിടുത്തം അണക്കണം അല്ലെ, അതിനു വേണ്ടി എന്താണ് ഫയർ എക്സ്റ്റിങ്വിഷിംഗ്, ഫയർ ഫൈറ്റിംഗ് എന്താണ് എക്യുപ്മെന്റുകൾ ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി സെപ്പറേറ്റ് എക്സ്റ്റിങ്വിഷർ ഉണ്ടാവും. ഫയർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ രക്ഷപ്പെടുന്നതിനുള്ള സെപ്പറേറ്റ് ഡോറുകൾ ഉണ്ടാവും അല്ലേ.
അല്ലേ? ആ അപ്പൊ അങ്ങനെയുള്ളതിനെ കുറിച്ച് എമർജൻസി പ്ലാൻസുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. കോൺസ്റ്റന്റ് പവർ സപ്ലൈ, എക്സിറ്റ്, ഓക്കെ. കോൺസ്റ്റന്റ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം അല്ലെ? ലാബിലെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം അല്ലെ? വൈദ്യുതി വേണം. അപ്പൊ കോൺസ്റ്റന്റ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. വെന്റിലേഷൻ, അവിടേക്ക് ആവശ്യമായ വെന്റിലേഷന് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? എൻവയോൺമെന്റ് കൺട്രോൾ, അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, ഓരോ സെക്ഷനിലേക്കും എന്താണ്? ഇപ്പൊ നമ്മൾ സ്കാനിങ് സെക്ഷനിലേക്ക് കയറുമ്പോ അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് കണ്ടിട്ടുണ്ടോ? ഒരു ഡിമ്മായ രീതിയിലായിരിക്കും അല്ലെ? ആ റൂമിലെ വെളിച്ചം ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരെങ്കിലും കയറിയിട്ടുണ്ടോ സ്കാനിങ്ങിനൊക്കെ? ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും അവിടെ ഇടുന്നത്. വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള ലൈറ്റ്, ഡിം ലൈറ്റുകളല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ ഓരോ എടുത്ത് എന്താണ്? ഓരോ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കണം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വിത്ത് റെഫറൻസ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ നമുക്ക് ചില ലാബുകളിൽ എന്താണ്? തൈറോയിഡിന്റെ ടെസ്റ്റുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെയ്യില്ല അല്ലെ? അവർ വേറെ എന്താണ്? ലാബുകളിലേക്ക് അയച്ചിട്ടായിരിക്കും റിസൾട്ടുകൾ നടത്തുന്നത്, പാസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റെഫറൽ സെന്റേഴ്സുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ സാധിക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ ഇവര് ബ്ലഡ് ഒക്കെ എടുത്ത് കാണിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തെ വേറെ വലിയ സ്പെഷ്യൽ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുമായി വിളിച്ച് അവർക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ്, അപ്ഡേറ്റ് ചെയ്യണം അല്ലെ? ഓരോ ടെസ്റ്റുകളെ കുറിച്ചും അപ്ഡേഷൻ നടത്തണം അല്ലെ? റിസൾട്ട് ആയോ, അതിനുള്ള കാര്യങ്ങൾ അറിയണ്ടേ? അപ്പൊ അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻസ് സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സിൽ എന്തുകൊണ്ടോണം? സാമ്പിൾ കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇത്ര ടൈം ആ സ്പെസിമെൻ കളക്ട് ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ അവിടെ എത്തിച്ചു കൊടുക്കണം അല്ലെ? റെഫറൽ സെന്റേഴ്സിലേക്ക് എന്തേ? എന്നാലല്ലേ എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ, വാഹന ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ്, ലാബ് ഏരിയാസ് that contain carcinogens, radioisotope, biohazards and laser should be correctly marked with the proper warning signs. Carcinogens എന്ന് പറഞ്ഞാല് കെമിക്കൽസിനെ പറയുന്നതാണെങ്കിൽ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽസ് ആണ് കാർസിനോജൻ. അങ്ങനെയുള്ള കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്പുകള്, ബയോഹസാർഡ്സുകള്, ലേസേഴ്സ്, ഇതൊക്കെ എന്താണ്? കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയ രീതിയിൽ മാർക്ക് ചെയ്ത് പ്രോപ്പർ സൈൻസ്, വാണിംഗ് സൈനോട് കൂടിയിട്ടുള്ള ഓരോ ഏരിയയിൽ വേണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ ചിലത് എല്ലാ ആളുകളും പാസ് ചെയ്ത് കടന്നു പോകാം അല്ലെ? അതൊക്കെ എന്താണ്? ഡേഞ്ചറസ് ഏരിയാസ് ആണ് അല്ലെ? നമുക്ക് റേഡിയേഷൻ അടയ്ക്കാനുള്ള അല്ലെ? നമുക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാകാനുള്ള ഏരിയ അല്ലേ? പറയാം. എന്താണ്? ലാബ് ഏരിയാസ് കണ്ടെയ്ൻ, എന്താണ്? നമ്മുടെ ലാബുകളിൽ ഉൾപ്പെടുന്ന കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ്. നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കെമിക്കൽസ് ആണ് കാർസിനോജൻ. അങ്ങനെയുള്ള കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്പുകള്, ബയോഹസാർഡ്സുകള്, ലേസറുകൾ, അതൊക്കെ ചെയ്യുന്ന ഏരിയാസ് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള വാണിംഗ് സൈനോട് കൂടിയിട്ടായിരിക്കണം. വാണിംഗ് സൈനോട് കൂടിയ ഓരോ ഏരിയയിലായിരിക്കണം. അല്ലെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യാം? അതൊരു മുൻകരുതൽ കൊടുക്കണം അല്ലെ? പേഷ്യൻസിന് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൊടുക്കണ്ടേ? ഈ ഏരിയയിലെ ലേസർ ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഏരിയയിലെ റേഡിയേഷൻ ആണെന്ന് മുൻകരുതൽ കൊടുക്കണ്ടേ? അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും? ആ ഏരിയയിലേക്ക് എല്ലാവരും പോകും. അപ്പൊ അവർക്ക് എന്ത് പറ്റും? റേഡിയേഷൻസ് അല്ലെ? കെമിക്കൽസിന്റെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഏരിയകൾ എന്ത് ചെയ്യുക? പ്രോപ്പർ സൈനുകൾ അല്ലെങ്കിൽ വാണിംഗ് സൈനുകൾ കൊടുത്ത് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത ഏരിയകളായിരിക്കണം. നമുക്ക് എന്താണ്? ഇപ്പൊ നമ്മ ഓരോ മോളുകളിൽ ചെയ്യുമ്പോ നമുക്ക് സൈനുകൾ തരാറില്ലേ? അല്ലേ? അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഈ ഏരിയയിൽ ഇന്നതാണ് അല്ലെ? അത് നോക്കിയിട്ടല്ലേ നമ്മ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ച് കാണിച്ചിട്ടുണ്ടാവുമല്ലോ, സെക്കൻഡ് ഫ്ലോറിൽ അല്ലെ?
കാർഡിയോളജി അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ സൈൻ ബോർഡുകൾ നോക്കിങ്ങാണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഇൻഫോർമേഷൻ ലഭിക്കും, അറിവ് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ വാർണിംഗ് സൈറ്റുകൾ നൽകുക, ആളുകൾ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടു അവോയ്ഡ് എന്നാണ് കേട്ടോ. അത് ടു അവോയ്ഡ്, അത് കറക്റ്റ് ചെയ്തോ. ടു അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഷുഡ് ഹാവ്. അവോയ്ഡ്, AVOID, അവോയ്ഡ് ഒഴിവാക്കുക. To avoid cross contamination, the basic infrastructure facilities should have separated designed area for reception, for specimen collection, for waiting, work area, disposal area, cleaning of glass wires, toilet facilities for staff and for patients. എന്താണ് ഓരോ ഏരിയാസും എന്ത് ചെയ്യാം, കണ്ടാമിനേഷൻ മലിനീകരണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ തിരിച്ചിട്ടായിരിക്കണം. എന്താണ് സെപ്പറേറ്റ് ഏരിയ, റിസപ്ഷൻ ഒരു ഏരിയ, സ്പെസിമെനുകൾ നമുക്ക് ബ്ലഡുകൾ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ഒരു ഏരിയ അല്ലേ, വെയിറ്റിംഗ് ഏരിയ വേരിയ സെക്ഷനിലായിരിക്കും അല്ലെ. ലാബിലെ വർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് തിരിച്ചിങ്ങാണ്ട് അവിടെ ആയിരിക്കും അല്ലെ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ഡിസ്പോസൽ ഏരിയ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വയേഴ്സ്, അതായത് ഗ്ലാസ് വയേഴ്സ് അവിടുത്തെ എക്യുപ്മെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനുള്ളത്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റാഫ് ഫോർ പേഷ്യൻസ്, അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് മലിനീകരണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ടായിരിക്കണം. ക്ലിയർ ആയോ? Specimen, sample, slide storage facilities including cold storage whenever applicable. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എന്താണ് ഓരോ ഏരിയാസും എന്താണ് ഓരോ ഏരിയയിലായിരിക്കണം. എന്താണ് സ്പെസിമെൻസ്, സാമ്പിളുകൾ സ്റ്റോറേജ്, സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് അവിടെ തന്നെ എന്താണ് ഇൻക്ലൂഡിങ് കോൾഡ് സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടായിരിക്കണം. Only authorized personnel should have access to examination area, record keeping areas. എന്താണ് എക്സാമിനേഷൻ ഏരിയ, അതായത് പരിശോധന നടത്തുന്ന സ്ഥലത്തേക്കും റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഏരിയയിലേക്കും ആർക്കാണ് അംഗീകൃത വ്യക്തികൾക്ക്, അതായത് ഓതറൈസ്ഡ് പേഴ്സണൽസിന് മാത്രം പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ലബോറട്ടറി ഡിസൈൻസ് സിമ്പിൾ അല്ലേ അതൊക്കെ? ഇതിലേതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഫസ്റ്റ് വൺ എന്താണ്, ആ ലാബിനെ കുറിച്ചുള്ള ഫുഡ് ഡീറ്റെയിൽസ്, മുഴുവനായ ഡീറ്റെയിൽസുകൾ അവിടെ സൂക്ഷിച്ചത്. ഏതൊക്കെ ടെസ്റ്റ്, ലാബിന്റെ പേര് എന്താണ്, രജിസ്ട്രേഷൻ നമ്പർ എന്താണ്, ഏതൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫീസ് എങ്ങനെയാണ്, കോൺടാക്ട് നമ്പർ, വർക്കിംഗ് അവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് പാലിച്ചിട്ടുണ്ടായിരിക്കണം. എമർജൻസി പ്ലാൻ, ഇപ്പൊ ഫയർ അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് അല്ലെങ്കിൽ ലാബ് ആക്സിഡന്റ്സുകൾ, ഡിസാസ്റ്റർ മാനേജർ, അതായത് ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള എമർജൻസി പ്ലാനുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് അവിടേക്ക് കോൺസ്റ്റന്റ് പവർ സപ്ലൈ, എന്താണ് കറണ്ട് ഉണ്ടായിരിക്കണം. വെന്റിലേഷൻസ്, എൻവിയോൺമെന്റൽ കൺട്രോള്, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് എന്താണ് ഈ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സ്പെസിമെനുകൾ അല്ലെങ്കിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്ന റെഫറൽ സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. റെഫറൽ സെന്റേഴ്സിന് പോകുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം. കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്പുകൾ, ബയോ ഹസാർഡ്സ്, ലേസേഴ്സ്, ഇതെന്താണ് കറക്റ്റ് രീതിയിലുള്ള വാണിംഗ് സൈനുകൾ കൊടുത്ത ഏരിയയിലായിരിക്കണം. നെക്സ്റ്റ് ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടി ഓരോ ഏരിയാസും എന്താണ് സെപ്പറേറ്റ് ഏരിയയിലായിരിക്കണം, ഒന്നിച്ചാവാൻ പാടില്ല. ഇപ്പൊ എന്താണ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ഏരിയ, റിസപ്ഷന് വേണ്ടി അതൊന്നും ഒരുമിച്ചാവാതെ ഇതെല്ലാം എന്തായിരിക്കണം സെപ്പറേറ്റ് ഏരിയകളിലായിരിക്കണം അതിന്റെ വർക്കുകൾ നടത്തുന്നതിന് വേണ്ടി.
നെക്സ്റ്റ് സ്പെസിമെൻ, സാമ്പിൾ, സ്ലൈഡ് സ്റ്റോറേജ്, പിന്നെ എന്താണ് അവിടെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഏരിയയിലേക്കോ പരിശോധനകൾ നടക്കുന്ന സ്ഥലത്തേക്കോ അംഗീകൃത വ്യക്തികൾക്ക് മാത്രം പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് ലെവൽ ഓഫ് ലബോറട്ടറീസ്. ലബോറട്ടറീസ് എത്ര ലെവൽ ഉണ്ട്, അതിനെ എത്രയൊക്കെ ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4 as below, irrespective of the place they are operating. എന്താണ് എവിടെ അവർ ആ ലാബ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിഗണിക്കാതെ എന്താണ് NABL എന്ന് പറഞ്ഞാല് നാഷണൽ accreditation board for testing and calibration laboratories. Testing and calibration laboratories. ഓരോ ലബോറട്ടറിയും എവിടെയാണ് അതിന്റെ ആ സ്ഥലം എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള സ്ഥലം പരിഗണിക്കാതെ ഒന്നുകൂടെ പറയണം. നാഷണൽ N for national accreditation board for testing and calibration laboratories. ഓരോ ലബോറട്ടറീസും എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിഗണിക്കാതെ എന്താണ് NABL ലബോറട്ടറിയെ 4 ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്. They are operate and are equally applicable to both the public and private sector. ഇതെന്താണ് പബ്ലിക്കിലും പ്രൈവറ്റിലും ഇങ്ങനെ 4 ആയി തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്. നമ്മൾ ഹോസ്പിറ്റൽ പറഞ്ഞു അല്ലെ, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, മീഡിയം, ലാർജ് അല്ലെ. അതേപോലെ ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരം തിരിക്കുന്നത്? NABL a laboratory that receives samples of up to 100 patients or participants per day. എന്താണ് ഓരോ ലബോറട്ടറിയിലും എത്ര സാമ്പിള് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എത്ര പേഷ്യൻസിന്റെ സാമ്പിള് പരിശോധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ലാബില് 100 വരെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നതെങ്കിൽ ഒരു ദിവസം പെർ ഡേ ആണ് കേട്ടോ. ഒരു ദിവസം 100 വരെ സാമ്പിൾ അല്ലെങ്കിൽ 100 വരെ പേഷ്യൻസിന്റെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയുന്നു? സ്മോൾ സൈസ്ഡ് ലാബ് എന്ന് പറയുന്നു. മീഡിയം സൈസ്ഡ് എന്ന് പറയുമ്പോൾ 101 മുതൽ 400 വരെ സാമ്പിളുകളാണ് ഒരു ദിവസം പരിശോധിക്കുന്നതെങ്കിൽ അതിനെ മീഡിയം സൈസ്ഡ് ലാബ് എന്ന് പറയുന്നു. ലാർജ് എന്ന് പറഞ്ഞാല് 401 മുതൽ 1000 വരെ സാമ്പിൾസ് ആണ് അതായത് പേഷ്യൻസിന്റെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നതെങ്കിൽ അതിനെ ലാർജ് സൈസ്ഡ് ലാബ് എന്ന് പറയുന്നു. 1000 മുകളിലാണെങ്കിൽ എന്ന് പറയുന്നു വെരി ലാർജ് സൈസ്ഡ് ലാബ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഇത് ലാബുകള് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അതായത് പ്രൈവറ്റിലാണോ അല്ലെങ്കിൽ പബ്ലിക് ലാബാണോ എന്നറിയുന്ന കണക്കിലെടുക്കാതെ NABL ലാബുകളെ 4 ആയി തരംതിരിക്കുന്നു. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. സ്മോൾ സൈസ്ഡില് എത്രയാണ്? 100 വരെ, ഒരു ദിവസം 100 വരെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. മീഡിയം സൈസ്ഡില് 101 മുതൽ 400 വരെ സാമ്പിൾസ്. ലാർജ് സൈസ്ഡില് 401 മുതൽ 1000 വരെ. 1000 മുകളിലാണെങ്കിൽ അതിനെ വെരി ലാർജ് സൈസ്ഡ് ലാബ് എന്ന് പറയുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. The laboratory having more than one location in the same district with the
വിത്ത് സെയിം ലീഗൽ ഐഡന്റിറ്റി. ഇപ്പൊ ഒരു പേരിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് രണ്ടോ മൂന്നോ, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ രണ്ടോ മൂന്നോ ലാബുകൾ കാണാലോ, ഉണ്ടോ? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഡിവിഷൻ അല്ലെ, മോഡേൺ ലാബുകൾ എന്നൊക്കെ പറഞ്ഞാണ്ട് സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ അതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവും അല്ലെ, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളില്. അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. സെയിം ബ്രാൻഡ് സെയിം ലീഗൽ ഐഡന്റിറ്റിയില് പല ലൊക്കേഷനിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ആസ്റ്റർ അങ്ങനെയുള്ള ആസ്റ്ററിന്റെ ഹോസ്പിറ്റൽ എന്താണ് പലയിടത്തും കാണാം അല്ലെ. ഫാർമസികളൊക്കെ ഒരു പേരിൽ തന്നെ സെയിം ലീഗൽ ഐഡന്റിറ്റി. ഒരാള് DDRC. അപ്പൊ അതെന്താണ്, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പല ഏരിയയിൽ ഉണ്ടായിരിക്കും അല്ലെ, പല ലൊക്കേഷനിൽ ഉണ്ടാവും. അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? മൈക്രോ ലാബുകൾ. ഓക്കെ. എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്? അതായത് ലാബുകളിൽ പ്രവർത്തിപ്പിക്കുന്ന മെഷീനറീസ്, ഉപകരണങ്ങൾ അല്ലെ. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kinds of test performed. ഓരോ ലബോറട്ടറിയും അവർ നടത്തുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെ എന്താണ് അവിടെയുള്ള എന്താണ് അവർക്ക് ആവശ്യമായി വരുന്ന, നീഡായിട്ട് വരുന്ന എക്യുപ്മെന്റുകളുടെ ഒരു ലിസ്റ്റ് അവര് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയ? ഓരോ ലാബുകളിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെ അവർ നടത്തുന്ന ടെസ്റ്റുകൾക്ക് അനുയോജ്യമായ എക്യുപ്മെന്റുകളുടെ ലിസ്റ്റുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് എക്യുപ്മെന്റുകൾ? ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സുകൾ ആവാം, അല്ലെങ്കിൽ മെഷറിംഗ് സിസ്റ്റം ആവാം, മെഷർ ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം ആവാം. ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആവാം. അങ്ങനെ എന്താണ് എക്യുപ്മെന്റുകളെ തരംതിരിക്കുന്നത്. അങ്ങനെയാണ് എക്യുപ്മെന്റുകൾ. എന്താണ് ഓരോ ലബോറട്ടറിയിലും അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട എക്യുപ്മെന്റുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. എന്താണ് അത്? ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർസ് ആവാം, അതല്ലെങ്കിൽ മെഷറിംഗ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ലബോറട്ടറി LIS ആവാം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആവാം. The following should be made sure. ഇതൊക്കെ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? ഓരോ എക്യുപ്മെന്റുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉറപ്പുവരുത്തേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. എന്താണ് ആ ലബോറട്ടറിയുടെ ഡിസൈൻ അല്ലെ, രൂപകൽപ്പനയും കപ്പാസിറ്റിയും എത്ര ശേഷിയുമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായ അല്ലെ ആ ലാബിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റുകളായിരിക്കണം അവർ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്കാനിങ് ഒന്നും സ്കാനിങ്ങുകളൊന്നുമില്ല ആ ലാബുകളിൽ. ആ ലാബിലേക്ക് സ്കാനിങ് മെഷീൻ വാങ്ങിച്ചത് കൊണ്ട് അവർക്ക് ഗുണമുണ്ടോ? MRI സ്കാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയൊരു ലാബാണ് അവരുടേത്. അവരവിടേക്ക് MRI സ്കാനിങ്ങിന്റെ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് അവർക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല അല്ലെ. അവർക്കത് യൂസ് ചെയ്യാൻ അതിനുള്ള സ്ഥലമില്ല, ഫെസിലിറ്റീസ് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഓരോ ലാബുകളും അവിടുത്തെ രൂപകൽപ്പനയും അവിടെ ശേഷിയുടെ അടിസ്ഥാനത്തിൽ അവരെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്യുപ്മെന്റുകൾ തിരഞ്ഞെടുക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ. All equipment should be qualified before it is taken for clinical using. എന്താണ് all equipment should be qualified before it is taken. അത് അവിടുത്തെ ക്ലിനിക്കൽ യൂസിന് അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ക്വാളിഫൈ ആയിരിക്കണ്ടേ, പ്രയോജനപ്രദമായിരിക്കണം അല്ലെ, ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ക്വാളിറ്റി ചെക്ക് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് ആയിരിക്കണം. All equipment should be
in usable condition at all times. ഓരോ എക്യുപ്മെന്റുകളും എല്ലാ സമയത്തും അവർക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കണം. എന്താണ്? കംപ്ലൈന്റ് ഒന്നും ആവാൻ പാടില്ല അല്ലെ? പറഞ്ഞോ? പാടില്ല. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനുകളിലുള്ള എക്യുപ്മെന്റുകളായിരിക്കണം. റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. എന്നാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഓരോ മെഷീനുകളും പതിവ് പരിശോധന നടത്തണം. അത് ഓരോന്നും ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം. മെയിൻ്റെനൻസ്, പരിപാലനം, ഓരോ എക്യുപ്മെന്റുകളും അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കണം. മെയിൻ്റെനൻസ് പെർഫോംഡ് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ദി മാനുഫാക്ചറർ or more as required. എന്താണ് മെയിൻ്റെനൻസ് നടക്കുന്നത്, പരിപാലിക്കുന്നത് അവിടുത്തെ ആ എക്യുപ്മെന്റുകളെ നിർമ്മാതാക്കൾ, അതായത് നമ്മൾ ഇവിടെ നിന്നാണോ മേടിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം മെയിൻ്റെനൻസ് നടത്തുന്നത്. ഇപ്പൊ നമ്മൊരു മെഷീനറീസ് വാങ്ങിക്കുമ്പോ അവര് പറയും അല്ലെ, 1 വർഷം കൂടുമ്പോ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് പരിപാലിക്കേണ്ട രീതിയെ കുറിച്ച്. അപ്പൊ അവരുടെ ആ മാനുഫാക്ചറുടെ, നിർമ്മാതാക്കളുടെ, അല്ലെങ്കിൽ അത് നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം മെയിൻ്റെനൻസ്, പരിപാലനം നടക്കുന്നത്. വിച്ച് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്, അതായത് ഓവർ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. ഒരു മെഷീൻ നമ്മ ഒരുപാട് അമിതമായി ഉപയോഗിക്കാൻ പാടുണ്ടോ? ചിലപ്പോ അത് കത്തിപ്പോകും അല്ലെ, അല്ലെങ്കിൽ അത് ഡാമേജ് ആവും അല്ലെ. അമിതമായി നമ്മൾ അത് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാല് കംപ്ലൈന്റ് വരില്ലേ ഒരു എക്യുപ്മെന്റ്? ഇപ്പൊ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ മിക്സി ഒക്കെ നമ്മൾ ഒരുപാട് നേരം ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കേടാവും അല്ലെ. അപ്പൊ എന്താണ്? ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്, ഓരോ എക്യുപ്മെന്റുകൾ ഇത്ര നാൾ ഉപയോഗിക്കാന്നൊക്കെ ഉണ്ടാവും അല്ലെ. ഏജിങ് ഉണ്ടാവുമല്ലോ, പ്രായപരിധി. 5 അല്ലെ, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ആണോ? അപ്പൊ എന്താണ്? ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ പ്രായം നോക്കണം, പ്രായപരിധി. Next, laboratory should maintain needful instructions for operation and maintenance of equipment in the form of SOP. എന്താണ് ലബോറട്ടറിയിൽ SOP രൂപത്തിൽ, SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഏത് രീതിയിലായിരിക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ രൂപത്തിൽ ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകൾക്ക് വരുമ്പോ അറിയാൻ പറ്റില്ല അല്ലെ, ഓരോ എക്യുപ്മെന്റുകളും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയാൻ പറ്റോ? അല്ലെങ്കിൽ ഒരാള് ലീവിലായി കഴിഞ്ഞാൽ വേറൊരു സ്റ്റാഫ് കയറിയാണ്, അപ്പൊ അവർക്ക് അറിയാൻ പറ്റോ ചിലപ്പോ ആ മെഷീന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്, ഫംഗ്ഷൻ എങ്ങനെയാണെന്ന്? എന്നിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നില്ലേ? ആരെന്തൊന്നും ഇണ്ടാത്തേ? SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നിലവാരമുള്ളതാവണം അല്ലെ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിരിക്കണ്ടേ. ഇവിടെ പറയുന്നത് എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങളാണ്. എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫങ്ഷൻ അല്ലെ, അതിന്റെ യൂസിങ് ഒക്കെയല്ലേ. യൂസിങ്, ഫങ്ഷൻസ്, മെയിൻ്റെനൻസ് അല്ലെ എക്യുപ്മെന്റിന്റെ ആണ്. അപ്പൊ എന്താ ആ ഒരു എന്താണ് ലബോറട്ടറികൾ എന്താണ് SOP അവിടുത്തെ എക്യുപ്മെന്റുകളുടെ ഉപയോഗത്തെ കുറിച്ച് SOP രൂപത്തിൽ, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ രൂപത്തില് ഉപകരണങ്ങളുടെ പ്രവർത്തനവും അവിടുത്തെ ആ ഉപകരണങ്ങളുടെ പരിപാലനവും സംബന്ധിച്ച വിവരങ്ങൾ, ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? എ കോപ്പി ഓഫ് ദ സെയിം
A copy of the same should be made available near the equipment. അതിന്റെ കോപ്പി ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെക്കണം. അതെന്താണ്? മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മറ്റാളുകൾക്ക് ആ എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ മെയിന്റനൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? Okay. All equipment should undergo calibration and verification. എന്താണ്? എല്ലാ എക്യുപ്മെന്റുകളും അതിന്റെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ, കൃത്യനിർവഹണം എന്നൊക്കെ പറയില്ല ഓരോ മെഷീനിന്റെയും കാലിബ്രേഷനും വെരിഫിക്കേഷനും ഒക്കെ എന്താണ്? ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓ നമ്മളിപ്പോ ഒരു മെഷീൻ വാങ്ങുമ്പോ അതിന് ഇത്ര വോൾട്ട് ഉണ്ട് അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ലേ? ഇത്ര വോൾട്ട് അല്ലെ, ഇത്ര പ്രവർത്തനം, ഇത്ര വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ? അതിനെയാണ് കാലിബ്രേഷൻ. അങ്ങനെയുള്ള കാലിബ്രേഷനുകൾ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ്, മെയിന്റനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്, ടെലിഫോൺ നമ്പർ ഓഫ് പേഴ്സണൽ നീഡ് ടു ബി കോൺടാക്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് എക്യുപ്മെന്റ് മാൽഫങ്ഷൻ ഷുഡ് ബി കെപ്റ്റ് സേഫ്റ്റിലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒപ്പം എന്ത് കിട്ടും? വാറന്റി കാർഡുകളൊക്കെ കിട്ടാറുണ്ടോ? ഇല്ലേ? വാറന്റി കാർഡുകളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും? ആ വാറന്റി കാർഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ടെലിഫോൺ നമ്പേഴ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ലെ. നമുക്ക് എന്തെങ്കിലും ആ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ആ വാഷിംഗ് മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയാല് അത് ആ സർവീസ് സെന്ററിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അതേപോലെ എന്താണ് ഈ എക്യുപ്മെന്റുകളുടെ വാറന്റി കാർഡ്സുകള്. അപ്പൊ ഇതെന്തെങ്കിലും മാൽ ഫംഗ്ഷൻ, ഇതിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാല് അവരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ നമ്പേഴ്സ്, വാറന്റി കാർഡ് ഒക്കെ ഈ യൂസറിന് അവർക്ക് കാണാൻ തക്ക രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. നമ്മ അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമുക്ക് പറ്റാവുന്ന, നമുക്ക് എവിടെയാണോ എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ, നമ്മ അത് സേഫ് ആയിട്ട് എടുത്തു വെക്കും അല്ലെ. വാറന്റി കാർഡുകള് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ആണോ, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിടോ? അല്ലല്ലോ. അപ്പൊ എന്താണ്? ഈ അവിടുത്തെ യൂസറിന്, ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ പാകത്തിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ വാറന്റി കാർഡുകളും ടെലിഫോൺ നമ്പേഴ്സും സൂക്ഷിക്കുക. ക്ലിയർ ആയോ? അത് യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ റെഫറൻസ്. എന്താണ് യൂസർ മാനുവല്? എന്താണ്? റെഫറൻസിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും റെഫറൻസ് വേണം, നമുക്ക് നോക്കണം അല്ലെ. ഇപ്പൊ നമ്മുടെ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മൊബൈല് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ മാനുവൽ നോക്കൂ അല്ലെ, യൂസർ മാനുവൽ നോക്കുമല്ലോ. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ? യൂസർ മാനുവല്, ബുക്ക്ലെറ്റുകൾ. ഓക്കെ, യൂസർ മാനുവല് നമുക്ക് എന്താണ്? എന്തെങ്കിലും ആവശ്യം റെഫറൻസിന് വേണ്ടി, അതെന്തെങ്കിലും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചിട്ട് റെഡി അവൈലബിൾ ആയിരിക്കും. നമുക്ക് അത് ആവശ്യമുള്ളപ്പോൾ കിട്ടാൻ പാകത്തിൽ അത് വെച്ചിട്ടുണ്ടായിരിക്കണം, സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആയോ? ക്ലിയർ അല്ലേ? എല്ലാം സിമ്പിൾ ആണ് അല്ലെ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഭാഗം. 5th പോയിന്റ്, SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്, ഇതിവിടെ പറയുന്നത് അവിടുത്തെ എക്യുപ്മെന്റ് ആണ്. എക്യുപ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും? നിലവാരമുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, പ്രവർത്തന നടപടിക്രമങ്ങൾ. ഒരു എക്യുപ്മെന്റിന്റെ എന്തായിരിക്കും? യൂസ് അല്ലെ, ആ എക്യുപ്മെന്റ് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം, അതിന്റെ പരിപാലനം അല്ലെ, മെയിന്റനൻസ് എങ്ങനെയായിരിക്കും, അങ്ങനെയല്ലേ? അതെങ്ങനെ നമുക്ക് വർക്കിംഗ് ചെയ്യിക്കാം അല്ലെ. അപ്പൊ
അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഒരു SOP രൂപത്തിൽ, അതായത് അത് നോക്കിയാൽ എന്താണ് നമുക്ക് ആ എക്യുപ്മെന്റിന്റെ ആ SOP നോക്കിയാൽ കാണാൻ അറിയാൻ സാധിക്കണം ഈ എക്യുപ്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും, എത്ര കണ്ടീഷനിൽ നമുക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എക്യുപ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു SOP രൂപത്തില് ഓരോ ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കോപ്പി ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ സൂക്ഷിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ആ എക്യുപ്മെന്റിന്റെ ആ SOP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ എക്യുപ്മെന്റ് എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നൊക്കെ അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻഫോർമേഷൻ അല്ലെ, അതിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇത്ര അടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പോളിസീസ്, ലാബിലെ പദ്ധതികളും നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യും അല്ലെ, സാമ്പിൾ ലാബിൽ കളക്ട് ചെയ്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്യും നമ്മൾ ചെയ്യുമ്പോ അല്ലെ. സാമ്പിൾ ലാബിലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്താണ് സാമ്പിളുകൾ സ്വീകരിക്കുക, ലേബൽ ചെയ്യുക, ഡോക്യുമെന്റേഷൻ ചെയ്യുക. ഫസ്റ്റ്, specimen should be attached with at least 2 unique identities, identifiers. ഒരാളിൽ നിന്ന് ഒരു സ്പെസിമെൻ, ഒരു സാമ്പിൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി, രണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ഐഡന്റിറ്റീസ് എങ്കിലും അതും രേഖപ്പെടുത്തണം. ഇപ്പൊ എന്താണ്, നെയിം, ഏജ്, എക്സെട്ര. അതായത് ചിലപ്പോ ആളുടെ പേര് ചോദിക്കാം ഇല്ലേ, നമ്മുടെ അടുത്ത് അങ്ങനെയല്ലേ, എന്നിട്ട് അവരതൊന്നും എഴുതി വെക്കൂ അല്ലെ, ഇന്ന നെയിം, ഏജ് ഇത്ര അല്ലെ, ഇന്ന ടെസ്റ്റ് അല്ലെ, ചിലപ്പോ ടെസ്റ്റ് ചെയ്തു ആണോ, ലാബുകളിൽ കൊണ്ടുപോയി പരിശോധന കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മുടെ ഇന്ന് ബ്ലഡ് വാങ്ങിച്ച് അതൊരു ടെസ്റ്റ് ട്യൂബില് അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഒഴിച്ചിങ്ങാണ്ട് അവരതും എഴുതും, പേര് എഴുതും, ഏജ് എഴുതും അല്ലെ. ലേബൽ ചെയ്യാ, എന്നിട്ട് അതുമ്മ ചിലപ്പോ അതുമ്മ സ്റ്റിക്കർ പോലെ ഉണ്ടാവും, അവരവിടെ എഴുതിയാ വെക്കാം. Specimen labeling using barcodes is an option that may decrease error. എന്താണ് എറർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാർകോഡ്സുകൾ ലേബൽ ചെയ്യുക. അപ്പൊ ആ ബാർകോഡ് എന്ത് ചെയ്യുക, അവർക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അല്ലെ. അത് ആരെ സാമ്പിൾ ആണ്, ഏത് പേഷ്യന്റിന്റെ സാമ്പിൾ ആണ്, അവർ ഏജ് എന്താണ്, അവർ എന്ത് ടെസ്റ്റിന് വേണ്ടി തന്നേക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ഡിക്രീസ് എറേഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാർകോഡുകൾ യൂസ് ചെയ്യുക. ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ലേബലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, പേഷ്യൻസിന്റെ നെയിം, ഏജ്, ജെൻഡർ, അവരുടെ പേര്, വയസ്സ്, ജെൻഡർ, പേഷ്യൻസിന്റെ ID നമ്പർ, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതൊക്കെ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഏതൊക്കെ ആ സ്പെസിമെൻ എപ്പോഴാണ് കളക്ട് ചെയ്തത്, ഏത് ടൈമിലാണ്, ഏത് ഡേറ്റിലാണ് കളക്ഷൻ ചെയ്തത്, അവര് ശേഖരിച്ചത്. ക്ലിയർ ആയോ? അതറിയാവുന്നതല്ലേ. ഒരാളുടെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് ലേബൽ ചെയ്യുക. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യം, നെയിം, ഏജ്, ജെൻഡർ എഴുതുക, പേഷ്യൻസിന്റെ ID നമ്പർ എഴുതുക, ഏതൊക്കെ ടെസ്റ്റുകൾ ആൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആ സ്പെസിമെൻ ഏത് ടൈമിൽ എത്ര തീയതിയാണ് കളക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ബാർകോഡുകളൊക്കെ യൂസ് ചെയ്ത് ബാർകോഡുകളൊക്കെ ലേബൽ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറർ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, എറേഴ്സ് ഡിക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ഡോക്ടർ ഒരു ചീട്ട് കയറി തരാറുണ്ടോ, ഇങ്ങനെ ടെസ്റ്റുകൾക്ക് ഇങ്ങനെ ബോക്സ് പോലെ ഉണ്ടാവും, ഓരോ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും, അതിന്റെ ഇപ്പുറം ഓരോ ബോക്സ് പോലെ ഉണ്ടാവും. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ടിക്ക് ചെയ്ത് തരും അല്ലെ, ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ള ടിക്ക് ചെയ്ത് തരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? അതിനെയാണ് റിക്വസിഷൻ ഫോം എന്ന് പറയുന്നത്. ടെസ്റ്റ് റിക്വസിഷൻ ഫോം. The requisition form should be finished by the doctor or healthcare workers
എന്താണ് ആ റിക്വസിഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ആയിരിക്കും. റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ് ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് വേണ്ടിയിട്ടുള്ളതാണ് അത്. ആൻഡ് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദി ലബോറട്ടറി. ഒന്നില്ലെങ്കിൽ ഒരു സ്പെസിമെന്റെ കൂടെ അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ എന്ത് ചെയ്യും? ആ റിക്വസിഷൻ ലാബുകളിലേക്ക് അയക്കുന്നു. അല്ലെ, നമ്മുടെ കയ്യിൽ പേഷ്യൻസിന്റെ കയ്യിൽ തന്നിട്ടായിരിക്കില്ല അത് ലാബിലേക്ക് വിടുന്നത്. ഈ ഇത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനെയല്ലേ പതിവ്? അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നഴ്സുമാർ വന്ന് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെങ്കിൽ അവരുടെ സാമ്പിൾ എടുത്തിട്ട് ഈ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം കൊണ്ടുകൊടുക്കും അല്ലെ, സാമ്പിളിന്റെ ഒപ്പം അവിടെ കൊണ്ടുകൊടുക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒപ്പം അല്ലെങ്കിൽ സാമ്പിളിന്റെ ഒപ്പം എന്ത് ചെയ്യും? ഈ റിക്വസിഷൻ ഫോം ലാബിലേക്ക് അയക്കുന്നു. ക്ലിയർ ആയോ? ദ പേഷ്യൻസ് ഐഡന്റിറ്റി എന്താണ്? അതിൽ ആ പേഷ്യൻസിന്റെ ഐഡന്റിറ്റീസ് ആളെ തിരിച്ചറിയുന്നതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതൊക്കെ? ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്റ്റഡ്, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. എന്താണ്? ആ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ് ഉണ്ടായിരിക്കും, ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഡേറ്റ്, ടൈം, എപ്പോഴാണ് ആ സ്പെസിമെൻ, ബ്ലഡ് ആണെങ്കിൽ എപ്പോഴാണ് അത് ശേഖരിച്ചത്, ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്തത്. ഇപ്പൊ എന്താണ്? കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്ക് വേണ്ടി കൾച്ചർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും? റിക്വസിഷനില് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഒന്നില്ലെങ്കിൽ സാമ്പിൾ സ്വീകരിക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. ഇപ്പൊ ചില ടെസ്റ്റുകൾക്ക് എന്താണ് നമ്മുടെ ബ്ലഡ് എടുത്ത് ഇത്ര ടൈമിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട് ഇല്ലേ? ചില ടെസ്റ്റുകൾ ബ്ലഡ് എടുത്ത് ആ കോട്ടിങ് ബ്ലഡ് കോട്ടിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ, കോട്ടിങ് ടെസ്റ്റ് ഒക്കെ അങ്ങനെയല്ലേ? ബ്ലഡ് കോട്ട് ആവാൻ ഇപ്പൊ സർജറി ഒക്കെ നടത്തുമ്പോ അങ്ങനെയല്ലേ? ആ പേഷ്യൻസിന്റെ ബ്ലഡ് കോട്ട് ആവാൻ എത്ര ടൈം എടുക്കണം എന്ന് അവർക്ക് അറിയണം അല്ലെ? അവർക്ക് ആ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യും. അപ്പൊ അതിനു വേണ്ടി ആദ്യം ആ ബ്ലഡ് അവരെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ എന്താണ്? ചിലപ്പോ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യൂലേ? അല്ലെങ്കിൽ അവർ കൊണ്ടുചെന്ന കണ്ടെയ്നർ, ഇപ്പൊ നമ്മ ഒരു കുപ്പി നമ്മ വീടുകളിൽ ചെന്ന് ചിലപ്പോ യൂറിനൊക്കെ സാമ്പിൾ എടുക്കാറുണ്ടല്ലോ. അപ്പൊ ആ കുപ്പി ഹൈജീനിക് അല്ലെങ്കിൽ എന്താണ്? ചിലപ്പോ അവർക്ക് കറക്റ്റ് രീതിയിലുള്ള ടെസ്റ്റ് റിസൾട്ട് കിട്ടില്ല അല്ലെ? ആണോ? ആണ്. അതല്ലെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും ഓരോ ടെസ്റ്റുകൾക്കും ഇത്ര അളവിൽ ബ്ലഡും യൂറിനൊക്കെ വേണ്ടേ? അപ്പൊ ആ ക്വാണ്ടിറ്റിയിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് വെച്ചു? അവര് തിരിച്ച് റിട്ടേൺ ആയിരിക്കും അല്ലേ? ആണോ? ആ, റിജക്ട് ചെയ്യും അങ്ങനെയുള്ളത്. അപ്പൊ എന്താ? ഓൾ സ്പെസിമെൻ ഷുഡ് ബി ചെക്ക്ഡ് ഓൺ റിസീവിംഗ് ഇൻ ദ ലബോറട്ടറി ഫോർ ഫിറ്റ്നസ് ഫോർ ടെസ്റ്റ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഓരോ സ്പെസിമെനുകളും ലബോറട്ടറിയിൽ സ്വീകരിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യും? ഫിറ്റ്നസ്, അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ടെസ്റ്റുകൾ നടത്താനുള്ള അളവിലുണ്ടോ, ക്വാണ്ടിറ്റിയിലുണ്ടോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. ദീസ് ചെക്ക് ഷുഡ് ഇൻക്ലൂഡ് സൂട്ടബിൾ കണ്ടെയ്നർ. അതിൽ ആ ചെക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്? സൂട്ടബിൾ കണ്ടെയ്നർ ആണോ, കറക്റ്റ് രീതിയിലുള്ള പാത്രത്തിലാണോ കൊണ്ടുവന്നിരിക്കുന്നത്, കറക്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയത്തിലുണ്ടോ. ഇൻ കേസ് ഓഫ് ബ്ലഡ് യൂറിൻ സാമ്പിൾ, എന്താണ്? ബ്ലഡ് യൂറിന് കറക്റ്റ് വോളിയത്തിനുണ്ടോ. ക്വാണ്ടിറ്റി ഓഫ് ക്വാളിറ്റി ഓഫ് സാമ്പിൾ, നമ്മൾ ടിഷ്യൂ സെല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്? നല്ല ടിഷ്യൂ സെല്ലൊക്കെ വേണം അല്ലെ ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡാമേജ് വന്ന സെല്ലുകളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടിഷ്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? ക്വാളിറ്റി ഓഫ് സാമ്പിൾ, ആ സാമ്പിളിന്റെ ക്വാളിറ്റി നോക്കും. ഇനി ലീക്കേജ്, എന്തെങ്കിലും ബ്ലഡ് യൂറിനൊക്കെ എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്യണോ, സ്വീകരിക്കണോ, റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങള്
ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ്, റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. എന്താണ്? സാമ്പിളുകള് accept ചെയ്തിട്ടുണ്ടോ, റിജക്റ്റ് ആണോ ചെയ്തതെന്നുള്ളതിന്റെ റെക്കോർഡുകൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. വിത്ത് റീസൺ ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. എന്താണ് അത്, എന്ത് റീസൺ കൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് അവർ റിജക്ട് ചെയ്തത്, അവരതിന് എന്ത് ആക്ഷൻ ആണ്, അത് റിജക്ട് ചെയ്തെങ്കിൽ അവർ ഫർദർ എന്ത് കാര്യമാണ് ചെയ്തത്, രണ്ടാമത് കളക്ട് ചെയ്തോ, അത് പേഷ്യന്റിനെ ഇൻഫോം ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ റെക്കോർഡുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. Of all the samples received in the laboratory as per the criteria that defined it earlier. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? അതായത് എന്താണ്, ഒരു സാമ്പിൾ അവർ റിജക്ട് ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്താണോ ചെയ്തെന്നുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ അവരെന്താണോ ബൈ ചാൻസ് അവര് റിജക്റ്റ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അതിനവര് എന്ത് ആക്ഷൻ ആണ് എടുത്തത്. ഇതിപ്പോ ചിലപ്പോ അവരെന്ത് ചെയ്യാം, ഒരു പേഷ്യന്റിന്റെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം കൊണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ടാവാം, തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും സാമ്പിൾ കളക്ട് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഇൻഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും സാമ്പിൾ കളക്ട് ചെയ്യും അല്ലെ? ആണോ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, ആ റെക്കോർഡില് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്? Next, if laboratory rejects any sample, it should be informed the patients or doctor and need for recollection. എന്താണ്, നമ്മൾ ആ ലബോറട്ടറിയിൽ എന്തെങ്കിലും സാമ്പിൾ റിജക്ട് ചെയ്യാണ്, നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറെ, ചിലപ്പോ ഡോക്ടർ ആവാം അവരെടുത്തിട്ട് അയച്ചേക്കുന്നത്. അപ്പൊ ഡോക്ടറെ എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക, വിവരം അറിയിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, റീകളക്ഷൻ ചെയ്യുക, രണ്ടാമത് ബ്ലഡ് അല്ലെങ്കിൽ യൂറിനോ സാമ്പിൾ എടുക്കുക. അത് ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ അത്? നെക്സ്റ്റ്, ലബോറട്ടറി റെക്കോർഡ്. ലബോറട്ടറി റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട് ഷുഡ് ബി സ്റ്റോർഡ് ആസ് പെർ നാഷണൽ റെഗുലേറ്റർ. മീൻസ് എന്താണ്, അവരുടെ റെഗുലേറ്റർ അതായത് സാധാരണയുള്ള റെഗുലർ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടും നാഷണൽ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവർ റിലീസ് ചെയ്യുന്ന, അവർ നടത്തുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യും, അവര് സൂക്ഷിക്കുന്നു അല്ലെ, റിപ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കും അല്ലേ? ആണോ? അവരവരുടെ കമ്പ്യൂട്ടറിൽ അല്ലെ, സിസ്റ്റത്തിൽ സൂക്ഷിക്കില്ലേ? എന്തെങ്കിലും കാരണം കൊണ്ട് ആ പേഷ്യൻസിന് അതിന്റെ ഒരു കോപ്പി വേണം, അപ്പൊ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റെഫറൻസിന് വേണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും, അവര് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. The record can kept as physical copies as instrument printout or electronically. ഒന്നില്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പീസ് ഒക്കെ എടുത്തുകൊണ്ടായിരിക്കാം സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി, അതായത് അവരുടെ ഡിവൈസിൽ തന്നെ. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അവരെ സിസ്റ്റത്തിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ഒന്നില്ലെങ്കിൽ പ്രിന്റ് എടുത്ത് അല്ലെ, ഫോട്ടോ കോപ്പീസ് സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി അവരെ കമ്പ്യൂട്ടറിൽ തന്നെ അവരെ സെപ്പറേറ്റ് സേവ് ചെയ്ത് ഫോൾഡറിലൊക്കെ ആക്കി സൂക്ഷിക്കുന്നു. യൂസ് LIS. യൂസ് ഓഫ് LIS. LISന്റെ ഉപയോഗങ്ങൾ എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം enables a laboratory to track specimen from receipt to processing, testing and reports to storage. നമ്മളിപ്പോ ലബോറട്ടറിയിൽ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് അല്ലെ, നമ്മുടെ പേരും ഏജും കോണ്ടാക്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർ എടുത്തു തരോ? അവര് നമ്മൾക്ക് എഴുതാം അല്ലെ, റെസിപ്റ്റ് തരും, നമ്മ അവിടെ എന്ത് ടെസ്റ്റ് ആണ് ചെയ്തത് അല്ലെ, എന്ത് സ്പെസിമെൻ ആണ് അവര് നമ്മളിൽ നിന്ന് എടുത്തത്, അതിന്റെ റിസൾട്ടുകൾ തരോ? അതാണ് എന്താണ് LISന്റെ ഉപയോഗം. ക്ലിയർ ആയത്? യൂസ് ഓഫ് LIS എന്താണ്? ലബോറട്ടറിയിൽ ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ സ്റ്റോർ ചെയ്യുക അല്ലെ, സൂക്ഷിക്കുക.
ക്ലിയർ ആണോ എല്ലാം? നെക്സ്റ്റ് റെക്കോർഡ്സും കൂടി എടുത്തോട്ടെ മിസ്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ഇരിക്കാൻ പറ്റുമോ? ആ റെക്കോർഡ്സും കൂടി മിസ് എടുത്തോട്ടെ. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇരിക്കാൻ പറ്റുമോ? എല്ലാവരും വില്ലിംഗ് ആണോ? ഓക്കെ. നെക്സ്റ്റ്, laboratory records include but are not limited to the following. ലബോറട്ടറിയിലെ റെക്കോർഡ്സ് ലബോറട്ടറിയിൽ സൂക്ഷിക്കുന്ന രേഖകൾ ഏതെല്ലാമാണ്? ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദി ഫോളോയിങ്. പക്ഷെ നമുക്ക് ഈ തന്നിരിക്കുന്ന റെക്കോർഡുകൾ മാത്രമല്ല, അതിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദി ഫോളോയിങ് എന്താണ്? ഇതിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. എന്താണെങ്കിൽ കൂടുതൽ റെക്കോർഡുകൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് റെക്കോർഡ്സുകൾ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നോക്കാം. റിക്വസ്റ്റ് ഫോം അല്ലെ, മിസ് പറഞ്ഞല്ലോ. റിക്വസ്റ്റ് ഫോം, റിക്വസിഷൻ ഫോം അല്ലെ, അഭ്യർത്ഥന, ഏതൊക്കെ ടെസ്റ്റുകൾ നടത്തണം, അങ്ങനെയുള്ള റിക്വസ്റ്റ് ഫോംസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റെക്കോർഡ് അല്ലെ, ഓരോ റിസൾട്ടുകളും അതിന്റെ കോപ്പീസ് ഒക്കെ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് നമ്മ പറഞ്ഞു അല്ലെ, ഓരോ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യും, ഓരോ റിസൾട്ടുകൾ എന്ത് ചെയ്യും, അവർ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നു അല്ലെ. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് അവരെന്ത് ഈ റിസൾട്ടുകൾ അവർ 2 വർഷം വരെ നമ്മൾക്ക് തരുന്ന റിസൾട്ടുകൾ അവരെന്ത് ചെയ്യും, ആഫ്റ്റർ എന്തെങ്കിലും നമുക്ക് അതിനുശേഷം എന്തെങ്കിലും ഈ പേഷ്യന്റ് വന്ന് കോപ്പി ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, 2 വർഷം വരെ ലബോറട്ടറീസ് ഈ റിസൾട്ടുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകള്, ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റുകൾ എന്തായാലും ലബോറട്ടറിയിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ വർക്ക് ബുക്കുകളും വർക്ക് ഷീറ്റുകളും ഇന്ന ദിവസം ഇന്ന ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ഇന്ന സ്പെസിമെൻ കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കും. നമുക്ക് ഉണ്ടാവാറില്ലേ വർക്ക് ബുക്ക്? ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന വർക്കുകളെ കുറിച്ച് അല്ലെ, ഡയറി പോലെ. അതേപോലെ എന്താണ് അവര് ചെയ്യുന്ന ലബോറട്ടറിയിൽ ചെയ്യുന്ന വർക്കുകളെ കുറിച്ച് എഴുതുന്ന, ഓരോ ദിവസവും ചെയ്യുന്ന ഡ്യൂട്ടികളെ കുറിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി രജിസ്റ്റർ അല്ലെ, അവിടെ ഓരോ സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി രജിസ്റ്റർ. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്താണ്, ഓരോ എക്യുപ്മെന്റുകളും എത്ര വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട്, എത്ര കാര്യക്ഷമതയുണ്ട്, എത്ര കാൽക്കുലേഷൻ എത്ര ഇതുവരെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതാണ് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. QC റെക്കോർഡ്സ്, ക്വാളിറ്റി മാനുവൽസ് അല്ലെ, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുണനിലവാരം സൂചിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഓരോ ഗുണനിലവാരത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്, ഫാർമസിയിൽ ഓരോ മെഡിസിനുകളും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോ. ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്താണ്, ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതാണ് ക്വാളിറ്റി QC റെക്കോർഡ്. നെക്സ്റ്റ്, ഇൻസിഡന്റ്, എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പ്ലോറർ ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുകൾ മാറിക്കൊടുക്കാം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഇൻസിഡന്റ് ബുക്ക്. കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, ആ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്, അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ച് എന്നതിന്റെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതാണ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ക്ലിയർ ആയോ? അത് അത്രയും ഭാഗം ക്ലിയർ ആയോ? നെക്സ്റ്റ്, സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. അവരുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, സാധന എക്യുപ്മെന്റുകൾ എത്രയുണ്ട്, അവരുള്ള മെറ്റീരിയൽസ് എത്രയുണ്ട്, കെമിക്കൽസ് എത്രയുണ്ട്, അതായത് ആ ലാബിൽ ആകെ എത്ര സ്റ്റോക്ക് ഉണ്ട് അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സ്റ്റോക്ക് കാർഡ്സുകൾ. സപ്ലൈ റെക്കോർഡ്സുകൾ, അവർ എത്ര വിതരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ഫാർമസി എടുത്തപ്പോ പറഞ്ഞു, അവർ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഡ്രഗ്സുകളും അവർ സപ്ലൈ ചെയ്യാറുണ്ടോ?
ഫാർമസിയിൽ വിതരണത്തിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്? ഇല്ല അല്ലെ, കുറച്ച് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പൊ എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട് ഉപയോഗത്തിന് വേണ്ടി, അവർ എത്ര സപ്ലൈ ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നതാണ്, എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്, അതാണ് സപ്ലൈ റെക്കോർഡ്സ്. പിന്നെ ഓരോരുത്തരെയും പേഴ്സണൽ റെക്കോർഡ് ഉണ്ട്, ഓരോരുത്തരെ കുറിച്ച്. ആ സ്റ്റാഫിന് എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുത്തിട്ടുണ്ട്, അവരെ കഴിവ്, കോമ്പിറ്റൻസി റെക്കോർഡ് അല്ലെ, അവരെ ക്വാളിഫിക്കേഷൻ അല്ലെ. ഓരോ സ്റ്റാഫുകൾക്കും വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ആയിരിക്കും അല്ലെ, അവരെ കഴിവ് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കോമ്പിറ്റൻസ് റെക്കോർഡ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്, ഓരോരുത്തരും ഹെൽത്ത് റെക്കോർഡ്സുകൾ, അവരെ ആരോഗ്യത്തെ കുറിച്ച് സൂക്ഷിക്കുന്ന ഹെൽത്ത് റെക്കോർഡ്സ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ഇല്ലേ ലാബുകൾ വർക്ക് ചെയ്യാൻ. ഫിസിക്കലി അവരെത്ര പെർഫെക്റ്റ് ആണ്, അതായത് ഹെൽത്തിനെ കുറിച്ച് ഓരോരുത്തരുടെ ആരോഗ്യത്തെ കുറിച്ച് എഴുതി സൂക്ഷിക്കുന്ന ഹെൽത്ത് റെക്കോർഡ്സുകൾ, പേഴ്സണൽ റെക്കോർഡ്സുകളാണ് അതൊക്കെ. സ്റ്റാഫുകളുടെ പേഴ്സണൽ റെക്കോർഡ്സുകളാണ്. നെക്സ്റ്റ് കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റെസൊല്യൂഷൻ, ലാബിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈന്റ്സുകൾ എഴുതുന്നത്. പിന്നെ ആ കംപ്ലൈന്റ്സുകളിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ടെസ്റ്റ് റിസൾട്ടുകൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാറിക്കൊടുക്കാം അല്ലെ, സംഭവിക്കാവുന്ന കാര്യമല്ലേ ഇത്, ടെസ്റ്റ് റിസൾട്ട് മാറിക്കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവർ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റെസൊല്യൂഷൻ. നെക്സ്റ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ആസ്തി ഉണ്ട്, അസറ്റ് എത്ര ആസ്തി ഉണ്ട്, ആ ലാബിന് എത്ര ആസ്തി ഉണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റുകൾ ഉണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. നമുക്കറിയാലോ നമ്മുടെ ആസ്തി, നമ്മുടെ അസറ്റ് എന്താണ്, നമ്മുടെ വീട് അല്ലെ, നമ്മുടെ സ്ഥലം, അങ്ങനെയൊക്കെയല്ലേ നമ്മളുള്ള വീട്ടിലുള്ള സാധനങ്ങൾ അല്ലെ, അസറ്റ് അതല്ല. അതേപോലെ ആ ലാബിന് എത്ര അസറ്റ് ഉണ്ട്, എത്ര ആസ്തി ഉണ്ട്. നെക്സ്റ്റ് സേഫ്റ്റി മാനുവൽസ്, സുരക്ഷ അല്ലെ, സേഫ്റ്റി മാനുവൽസ്. നമ്മൾ പറഞ്ഞ അവിടെ എന്താണ്, ഗ്യാസ് ലീക്കേജ് അല്ലെ, കെമിക്കൽസ് ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, പല ഇതില്ലേ ഡേഞ്ചറസ് ആയ പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതാണ് അല്ലെ ലാബില്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മാനുവൽസ്. നെക്സ്റ്റ് ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് എത്രയാവും, ആ ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര ബഡ്ജറ്റ് ആവും. നെക്സ്റ്റ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ, ലാബിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, എക്യുപ്മെന്റിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നെക്സ്റ്റ് വർക്ക് ലോഡ് ആൻഡ് സർവീലൻസ് റിപ്പോർട്ടുകൾ. ഇപ്പൊ ചില സമയത്ത് ഒരുപാട് വർക്ക് ലോഡുകൾ വരാം അല്ലെ. കൊറോണ വന്നപ്പോ ലാബുകളിൽ എങ്ങനെയായിരുന്നു, വർക്ക് ലോഡ് ആയിരുന്നു, എല്ലാ ലാബുകളിലും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അല്ലെ, ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സമയത്ത് അങ്ങനെ വരാം അല്ലെ, വർക്ക് ലോഡ് വരാം. അങ്ങനെയുള്ള വർക്ക് ലോഡുകളും അതിൽ നിന്ന് സർവീലൻസ് ചെയ്യാൻ, രക്ഷപ്പെടാനായിട്ട് അല്ലെ, നിരീക്ഷണ റിപ്പോർട്ടുകൾ, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു. ചിലപ്പോ എന്താണ് അഡീഷണൽ സ്റ്റാഫുകളെ വെക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഷിഫ്റ്റ് തിരിക്കുക, പല മാർഗങ്ങൾ സ്വീകരിച്ചൂടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് വർക്ക് ലോഡ് ആൻഡ് സർവീലൻസ് റിപ്പോർട്ട്. ക്ലിയർ ആയോ ഇന്നത്തെ ഭാഗം മിസ് എടുത്തത്? സിമ്പിൾ ആയ കാരണമാണ് കേട്ടോ മിസ് കുറച്ചും കൂടി ഫാസ്റ്റിൽ എടുത്തത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും സിമ്പിൾ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ എടുത്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. Thank you, Miss. Thank you, Miss.